ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 2 ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഫോൺ തിരിച്ച് പിടിക്കാതെ കേട്ടോ എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അന്ന് മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ, വെയിലും ഇല്ല അധികം, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അമ്മ പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇന്ന്. അന്ന് എൻ്റെ ചേച്ചിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പായസം ഉണ്ടാക്കിയത് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അട വെച്ചിട്ടുണ്ടാക്കിയ പായസമാണ് കേട്ടോ. ഈ പായസം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു. ഈ പായസം ശർക്കരയൊക്കെ ഉരുക്കി, ആ ശർക്കര ഉരുക്കിയിട്ട് നമ്മ 1-ാം പാലും 2-ാം പാലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയതിലേക്ക് അമ്മ ചെറുതായിട്ട് അട, അമ്മയും തന്നെ വീട്ടിലുണ്ടാക്കിയ അടയാണ്, അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അമ്മ ഇതിലേക്ക് ഇട്ടതാട്ടോ ചെയ്തത്, ശർക്കര പാനിയിലേക്ക്. പിന്നെ 2-ാം പാലും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ നല്ലോണം വെന്തതിന് ശേഷം പിന്നെ 1-ാം പാല് ചേർത്തു. അപ്പോൾ എല്ലാവരും പായസം ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയാത്തത്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, നല്ല സൂപ്പർ പായസമായിരുന്നു. എല്ലാവരും പറഞ്ഞത് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. കാരണം അമ്മ എപ്പോഴും പറയും കുറച്ച് ഉണ്ടാക്കുകയാണ് നല്ലത്, അപ്പോഴാണ് ഇനിയും കഴിക്കണം എന്ന് തോന്നണം എന്നൊക്കെയാണ് അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൾക്ക് നിനക്ക് വേണോ മറ്റവർക്ക് വേണോ എന്നൊക്കെ ചോദിക്കല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ വേണ്ട, അത്യാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കി. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വന്ന സ്പെഷ്യൽ എന്ന് പറയാൻ. അപ്പോൾ ഇത് നല്ല തലേന്നത്തെ മീൻ മുളകിട്ടൊരു നല്ല പുഴുക്കാട്ടോ, നല്ല സൂപ്പർ പുഴുക്കായിരുന്നു. ആ പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചേമ്പും പിന്നെ നമ്മുടെ ഉണ്ണിത്തട്ട എന്നൊക്കെ പറയുമല്ലോ, അത് പപ്പായ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു പുഴുക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം ഈ പുഴുക്ക്. അങ്ങനെ പിന്നെ ഞാൻ മീൻകറി നല്ല കുടംപുളിയിട്ട് മസാലയൊക്കെ അരച്ചിട്ട് വെക്കുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ പായസം നല്ല മീൻകറിയായിരുന്നു. ആ മീൻകറിയൊക്കെ ഉണ്ടാക്കി പിന്നെ അമ്മ പായസം അടയൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ പാല് ചേർത്ത് വേവിച്ച് അങ്ങനെയാണ് അമ്മ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ചേച്ചിക്ക് വന്ന സമയത്ത് ചേച്ചി എല്ലാം വിശന്നാട്ട് വന്ന് ലേറ്റായിപ്പോയി, ബസ്സൊക്കെ കിട്ടും. അപ്പോൾ ചേച്ചി നീ എന്നെ തിന്നാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ഹായ് പറയുമെന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ ചേച്ചീനെ കൊണ്ട് ഹായ് പറയിപ്പിച്ച് എനിക്ക് വിശക്കുന്ന സമയത്താണ് അവൾ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുകയാണ് എന്നോട്. അങ്ങനെ കഴിഞ്ഞതാണ്. ഞങ്ങൾ പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകാനുണ്ടായിരുന്നേ. ഞാനും മോനും കൂടിയാണ് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നത്. മോൻ്റെ കോളേജിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോളേജിലേക്കൊക്കെ പോയ സമയത്ത് മെട്രോയിൽ കയറി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പോൾ അവന് അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വീഡിയോയിൽ വരാൻ. അമ്മ വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ അവനെ അങ്ങനെ ഉൾപ്പെടുത്തേണ്ടെന്ന് എപ്പോഴും പറയാറ് കേട്ടോ. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് തിരിച്ചിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ എൻ്റെ മോൻ ജനിച്ചു വളർന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് അവന് കാണിച്ചു കൊടുത്തത് കേട്ടോ ഞാൻ. ഈ ചാപ്പൽ ഇവിടെ വെച്ചിട്ടാണ് മോനെ ചെറിയ കുട്ടിയായ സമയത്ത് പ്ലേ സ്കൂൾ എന്നൊക്കെ പറയാം, അന്ന് ആ പ്ലേ സ്കൂൾ പോലെ വിട്ടത് അവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മോന് കളിച്ചു വളർന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിൽ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഐസ്ക്രീം ഓരോരുത്തർ നോക്കി ഏതൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഓരോരുത്തർക്ക് അത് വേണം, ഇത് വേണം, സ്ട്രോബെറി വേണം, അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു കേട്ടോ. മോൻ താമസിച്ച മോന് ജനിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വലിയ കുട്ടിയായപ്പം അവന് ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അവനോട് എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുത്തപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ മോനെയെന്ന് വെച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല ആൻറ്റി എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഫുള്ള് കറങ്ങി അടിച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആ ബിൽഡിങ്ങൊക്കെ അവന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ബിൽഡിങ്ങൊക്കെ കാണിച്ചിട്ട് അവന് വലിയ ഓർമ്മയൊന്നുമില്ല, എന്നാലും പിന്നെ ഞാൻ ചെറിയ മെമ്മറീസായി അവിടെ കിടന്നോട്ടെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ആ മോൻ്റെ ചെറുപ്പകാലത്തുള്ള ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഇപ്പോൾ അവരൊക്കെ പല സ്ഥലങ്ങളിലായി ട്രാൻസ്ഫറൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ കാണാനില്ല, കുറച്ച് പേര് മാത്രമേ അവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താമസിച്ചത് ആ കാണുന്ന റൂമാട്ടോ, അവിടെ താമസിച്ചത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ ഒരുപാട് മാറ്റങ്ങൾ വന്ന ആ സ്ഥലങ്ങളിലൊക്കെ. കാരണം ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു. പണ്ട് അങ്ങനെയൊന്നുമല്ലേ, ആകെ 3-4 ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ അപ്പോൾ തൊട്ട മുന്നിലൊക്കെ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കളിച്ചതും ഒക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവന് ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ അവന് ഓർമ്മയുണ്ട്, എല്ലാം ഒന്നും അവന് ഓർമ്മയില്ലെങ്കിലും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു.
അവിടെയൊക്കെ കറങ്ങി അടിച്ച് തിരിഞ്ഞ് കളിച്ച് കുറച്ചൊക്കെ ആ പാർക്കിലൊക്കെ കയറി എന്നാൽ ഞാനൊന്ന് കളിക്കട്ടെ എന്നാണ് അവനും പിന്നെ ഫ്രണ്ടിൻ്റെ കുട്ടിയും ഒക്കെ ഇരുന്ന് അവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു അന്ന് താമസം. അങ്ങനെ തിരിച്ച് ഞാൻ തിരിച്ച് മോനെ ഹോസ്റ്റലിലും ആക്കി ഞാൻ തന്നെ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ വന്ന് നമ്മുടെ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.